ഇവിടെ രാവിലെ എന്തുകൊണ്ട് രാവിലെ ഇത്ര പഠിത്തം വല്ല എക്സാം വല്ലതും ഉണ്ടോ? ചിലപ്പോ ഒരു എക്സാമിന് ചാൻസ് ഉണ്ട്, അതാ. നീ എന്താ ഈ കളർ ഡ്രസ് വന്നേക്കുന്ന ഇന്ന്? എടാ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല, സെമിനാർ മോട്ടിവേഷൻ ക്ലാസ് വാ. ഓടാ, അപ്പൊ ഇന്ന് കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറ്റുമായിരുന്നില്ലയോ? 365 ദിവസം യൂണിഫോം, ഇന്നൊക്കെ കിട്ടിയ ചാൻസും കളഞ്ഞു ഞാനങ്ങ്. അതുകൊണ്ടാണ് ഞാൻ കളർ ഡ്രസ് ഇട്ടോണ്ട് വന്നത്. അവിടെ ബാഗിലാണെങ്കിൽ ഒന്നുമില്ല, ചുമ്മാ ഈ എടുത്തോണ്ട് വന്നത്. ആണോ? ഞാനാണെങ്കിൽ വീട്ടിലെ മൊത്തം പുസ്തകം ബുക്കും എടുത്തോണ്ട് വന്നേക്കുന്നത് കൊണ്ടാറോ അടങ്ങാൻ വേണ്ടി. ഇന്ന് എല്ലാ പിള്ളേരും കളർ ഡ്രസ് ആയിരിക്കും, നീ മാത്രമേ ഉള്ളൂ യൂണിഫോം. അയ്യേ, അയ്യോ, ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടി ആയിപ്പോലോ. ഇല്ല, എന്റെ അപ്പച്ചിയുടെ വീട് ഇവിടെ അടുത്താ, ഞാൻ പോയിട്ടോണ്ട് വരാം കേട്ടോ. അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ കളർ ഡ്രസ് ഇടുമ്പോ ഞാൻ മാത്രം ആക്കണ്ട. പോയിട്ട് പെട്ടെന്ന് വരണേ. മക്കളെ, ഇന്ന് ആകെ രഘുദാസൻ സാറിന്റെ ഒരു ക്ലാസ്സും കാണും, ബാക്കി സെമിനാർ ഉച്ച കഴിഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ്. ഇങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തിയേക്കുന്നത് കേട്ടല്ലോ. സാർ, മേ കം ഇൻ? കളർ ഡ്രസ്സോ? ഡേയ്, ഇതിന് ബർത്ത്ഡേ വല്ലോ വന്നോ? അല്ല, പിന്നെന്തിനാണ് നീ കളർ ഡ്രസ് ഇട്ടേക്കുന്നേ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? ഇന്നെല്ലാരും കളർ ഡ്രസ് അല്ലയോ? നിനക്ക് വന്നോന്ന് ഇച്ചിരി കൂടുന്നുണ്ട് സാർ. ഞാൻ മാത്രമല്ല, രണ്ടുപേരും ഉണ്ട്, നോക്ക്. അവനെന്തോ കുഴപ്പം? ഇതെന്തോ മിന്നാമിന്നി കളർ ഷർട്ടോ? കളർ മാറും ഇത്? ഇല്ല, അപ്പൂപ്പന്റെ വീട്ടിൽ നിന്ന് വന്നേ. ബാഗിനകത്ത് ഷർട്ട് ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്തിട്ട്. നീ പോയേ ഡ്രസ്സ് മാറിയിട്ട് വന്ന് ക്ലാസ്സിൽ ഇരുന്നാ മതി കേട്ടോ. ചെല്ല്. കൊച്ചി തൊഴിലുറപ്പിന് പോയേക്ക് എവിടാന്ന് വെച്ചാ ഞാൻ തപ്പിക്കണ്ടുപിടിക്കുന്നു. വന്നിട്ട് തരാട്ടാ, നീ അവിടെ തന്നെ നോക്കിയിരുന്നു. മിമ്മിനിയും ചിമ്മിനിയും ഉണ്ടല്ലോ, സ്റ്റാഫ് റൂമിലോട്ട് വാ. നമുക്ക് സയൻസ് മേളയുടെ കുറച്ച് കാര്യങ്ങളെ ഇതാക്കാനുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർക്ക് പീതാമഹ സാറ് വരും പഠിപ്പിക്കാനായിട്ട് കേട്ടല്ലോ. പഠിച്ചോണം. ശരി എന്നാ. ചിമ്മിനി, മിമ്മിനി വാ. സ്റ്റാഫ് റൂമിൽ ചായയും പരമ്പരയും കൊടുക്കുന്ന സമയമായിരിക്കും ഇല്ലയോ? മിമ്മിനിക്ക് ചിമ്മിനിക്കും ബയോളജി പ്രാക്ടിക്കല്, നമുക്ക് പീതാംബരൻ സാറിന്റെ ഉണക്ക ക്ലാസ്. ബാക്കിലോട്ട് നിൽക്കടാ നിനക്ക്. നീ എവിടെ ഇരുന്നാ മതി. എനിക്കിട്ട് തന്നെ ഉണ്ടാക്കണമായിരുന്നില്ലയോ? തൊഴിലുറപ്പിന് പോയ അമ്മൂമ്മ ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഷർട്ട് ഇട്ടുകൊണ്ട് വരുവാ. ഞാൻ എത്ര രൂപ എന്റെ പൊട്ടിയെന്നറിയാതെ നിൽക്കുന്ന. എന്നും കൊറേ മണ്ടത്തരം നിനക്ക് പറ്റുന്നില്ലയോ? ഇന്ന് എന്റെ വക ഇരിക്കട്ടെ. ഓട്ടെ ചക്കര മുത്ത് പപ്സ് ഞാൻ കൊണ്ടാണ് മൂഞ്ചില്ലേ. സോറിയടാ. കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരോടും? ഇന്ന് ചോദ്യമല്ലല്ലോ, പരീക്ഷ ഇടുമെന്നില്ല പറഞ്ഞു. രാഹുലേ, നീ എന്ത് പറഞ്ഞേ? അപ്പൊ ഇന്ന് പരീക്ഷ ഇടുമെന്നായിരുന്നു പറഞ്ഞില്ലയോ? ഓക്കെ, എല്ലാരും പേപ്പർ എടുത്തോ. എടാ വേണ്ട, എന്തിനാണ് ഉറക്കെ പറഞ്ഞു? ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നു. കേട്ട് ഒന്നും പഠിച്ച പോലും ഇല്ല. സാർ, ഞങ്ങള് പഠിച്ചില്ല സാറേ, ഇന്ന് ഇടണ്ട. ചിമ്മിനിയും മിമ്മിനിയും പറഞ്ഞുകൊണ്ട് ഞാൻ എക്സാം ഇടുന്നില്ല, പക്ഷേ ചോദ്യം ഞാൻ ചോദിക്കും. ഒരാഴ്ച കഴിഞ്ഞ് കിട്ടണ്ടാടി, മുൻകൂറെ വാങ്ങിക്കൊണ്ട്. ഐക്യൂബിന്റെ വാല്യൂ എത്ര? ചിമ്മിനി പറഞ്ഞേ. സാർ, ഐ ലവ് യു. 3 മൂന്നല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അടുത്താള് പറഞ്ഞേ. എനിക്കറിയാം. ഒന്ന് പറഞ്ഞോടാ. പറയത്തില്ല. ഒന്ന് പറഞ്ഞോടാ. അറിയൂലോ. അടുത്താള് പറ. ഞാൻ പറയാം സാറേ. വേണ്ട, നിനക്ക് ഞാൻ വേറെ ചോദ്യം തരാം. ഐ സ്ക്വയറിന്റെ വാല്യൂ പറഞ്ഞാൽ മതി. ഒരു മറ്റടുത്ത പരിപാടി കാണിക്കരുത്, ആ ചോദ്യം ചോദിച്ചാൽ മതി. രാഹുലേ, ഞാൻ നിന്റെ താറാ. സോറി സാറേ. എനിക്ക് ഉത്തരവാദിയം പറയട്ടെ. പറ. പറഞ്ഞു തരത്തില്ല. അടുത്താൾ ഇറങ്ങിയോടാ, ഇറങ്ങിയോടാ. അയ്യോ, പ്രിൻസിപ്പാളിന്റെ അടുത്ത് വരെ പോണം. ഒരു കാര്യം ചെയ്യാം, അടുത്ത സെമിനാർ അല്ലയോ? സെമിനാർ പെട്ടെന്ന് തുടങ്ങും കേട്ടോ. ഞാൻ പ്രിൻസിപ്പാളിന്റെ റൂമിൽ വരെ പോയിട്ട് വരാം കേട്ടല്ലോ. ബാക്കിയുള്ളവർ അടിയോ? ബാക്കിയുള്ള റെഡി പിന്നെ കാണാൻ തരാം കേട്ടോ. അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം, അതുകൊണ്ടാ. ശരിയെന്നാ. ഇവിടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഒരു ക്ലാസ് സംഘടിപ്പിച്ച PTA ക്കും സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും എൻ്റെ ആശംസ നേരുന്നു.
നിങ്ങൾക്ക് എക്സാം എങ്ങനെ പേടി കൂടാതെ നേരിടാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സാറ് 10 ജയിച്ചതാണോ സാറേ? എനിക്ക് പേടി പൊതുവേ കുറവായതുകൊണ്ട് ഞാൻ 10ലെ പരീക്ഷയ്ക്ക് പോയില്ല. ഈ ക്ലാസ്സിൽ ആരെങ്കിലും ജോലി ചെയ്യുന്ന കുട്ടികളായിട്ടുണ്ടോ? സാർ ഞാൻ ജോലി ചെയ്യും. ബ്രില്യന്റ്. മോൻ എന്ത് ജോലി ചെയ്യുന്നത്? സാറേ ഞാൻ രാവിലെ പത്രം ഇടാൻ പോകും, വൈകിട്ട് അച്ഛനെ ഞാൻ സഹായിക്കും. എല്ലാരും ആ ചെറുക്കിനൊരു കയ്യടി കൊണ്ട് വെക്കോട്. മോൻ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കും? 2000 രൂപ സാറേ. ഓഹ്, ഈ ഒരു പ്രായത്തിൽ 2000 രൂപ. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവൻ കഷ്ടപ്പെട്ട് 2000 രൂപ അധ്വാനിച്ചുണ്ടാക്കുന്നു. കയ്യടി കൊടുക്കാം. അതൊക്കെ പോട്ടെ, മോൻ ഇത് കഴിഞ്ഞാലും ഈ ജോലിക്ക് പോവോ? 2000 രൂപ കിട്ടുന്നല്ലേ സാറേ? പോകും സാറേ. അപ്പൊ ഇത് കഴിയുമ്പോൾ നിനക്ക് 2000 രൂപ വെച്ച് കിട്ടും അല്ലേ? ആ സാറേ കിട്ടും കിട്ടും. കുട്ടികളെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത കോഴ്സ് എടുക്കാനായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2 ലക്ഷം രൂപ ശമ്പളം. അപ്പോൾ ഇതുപോലുള്ള മൊണ്ണകൾ വെളുപ്പാങ്കാലത്ത് എണീറ്റ് പഠിക്കാതെ പത്രം ഇടാൻ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് കിട്ടും 2000 രൂപ ശമ്പളം. നിങ്ങൾക്ക് എന്തോ കിട്ടും? 2 ലക്ഷം രൂപ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 ലക്ഷം രൂപ ശമ്പളം. അപ്പൊ ഈ മൊണ്ണയ്ക്ക് എന്തോ കിട്ടും? 2000 രൂപ ശമ്പളം. അപ്പൊ നിങ്ങൾ പറ, ഇവനെ പോലെ മൊണ്ണയാവണോ അതോ എന്റെ സ്ഥാപനത്തിൽ വന്ന് ലക്ഷപ്രഭു ആവണോ? നിങ്ങൾ പറ. സാറിന്റെ കോളേജിൽ വരണം. മൊണ്ണകള് വിശ്വസിച്ച്. അപ്പൊ പുരുഷോത്തമൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞു. ഇത് കഴിയുമ്പോ നോട്ടീസ് എവിടെ കൊടുക്കും? നമ്മുടെ സ്ഥാപനത്തിന്റെ. ഇത് കഴിഞ്ഞിട്ട് കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് തന്നെ വരണം. ഓക്കെ, ശരിയാണ്. അതെ, ഒരു ഡൗട്ട് ചോദിച്ചിട്ട് അങ്ങനെ എന്നെ ഊക്കിയതാണ്. എവിടെ? അല്ല, എനിക്ക് തോന്നിയായിരുന്നു. എടി പേരും അഡ്രസ്സും ഒക്കെ കൃത്യമായിട്ട് എഴുത്. എടി സാറ് വന്ന കൂപ്പണകത്ത് സമ്മാനം അടിച്ചാലുണ്ടല്ലോ, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 2000 രൂപ കുറവ് വരും. തെറ്റാതെ അങ്ങോട്ട് എഴുത. അല്ല, അവിടുത്തെ ഫീസ് അപ്പൊ എത്ര? 10,02,000 രൂപ കുറവ് വരും. അപ്പൊ ഇവിടെ നടന്നത് മോട്ടിവേഷൻ ആണോ അതോ മോട്ടിക്കലായിരുന്നു? ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ചോദിച്ചു.